നമസ്കാരം. കേരളത്തിൽ നിന്നും സ്ത്രീധന പീഡനങ്ങൾ തുടർക്കഥയാകുന്നു എന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ തന്നെ സൗന്ദര്യമില്ല എന്നൊരു പേരിൽ കല്യാണം കഴിഞ്ഞ് 4 വർഷത്തിനിപ്പുറം സ്ത്രീധനത്തിൻ്റെ പണത്തിൻ്റെയും കാശൊക്കെ കുറഞ്ഞുപോയി എന്നൊരു കാരണത്താൽ ഒരു സ്ത്രീയെ പട്ടിണിക്കിട്ട് ഭക്ഷണം കൊടുക്കാതെ വലിച്ചിഴച്ച് നിലത്ത് മർദ്ദിച്ച സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതും ശബ്ദ സന്ദേശത്തോടെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾ എത്ര സുരക്ഷിതരാണ്? സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇന്നും പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയല്ലേ ഇത്തരം സംഭവം പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും ആർത്തിയുള്ള സമൂഹം തന്നെ, ആർത്തിയുള്ള പയ്യന്മാർ അല്ലെങ്കിൽ ആർത്തിയുള്ള യുവാക്കൾ തന്നെയുണ്ട് എന്ന് തന്നെയാണ് ഇത്തരം സംഭവം പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ തോന്നുന്നു. ഇപ്പോൾ പല പെൺകുട്ടികളും വിവാഹത്തിന് മുതിരാത്തത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നോണ്ടാ. കാരണം നമ്മള് പണ്ടൊക്കെ എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു സ്ത്രീധന മരണം കേട്ടാലായി, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പുറത്ത് ഇനി കേൾക്കാത്തതാണോ അറിയില്ല, നമ്മൾ അറിയില്ലായിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ നമുക്കറിയാം 2025 പറഞ്ഞിട്ട് തന്നെ 4-5 മരണങ്ങൾ അടുപ്പിച്ച് ഒരു മാസത്തിൽ തന്നെ 2 മരണങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു. അപ്പൊ ഇവരിത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ല. ഈ കല്യാണം കഴിഞ്ഞ് 3 വർഷം 4 വർഷമൊക്കെ ജീവിച്ചവരാണ്, അല്ലെങ്കിൽ കല്യാണത്തിന് വേണ്ടി ഈ സംഭവത്തിൽ പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞു ഒരു കുട്ടിയുമായി കഴിഞ്ഞപ്പോ ഭാര്യ കുരങ്ങച്ചിയെ പോലെയാണ് ഇരിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഭാര്യ കുരങ്ങച്ചിയെ പോലെയാണ് ഇരിക്കുന്നു എന്നുള്ളത് ഈ പെണ്ണ് കാണാൻ പോകുന്ന ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ ആ കല്യാണം നിശ്ചയിക്കുന്നതിന് മുമ്പ് കുറച്ച് സമയങ്ങളുണ്ട്. ഈ സമയങ്ങളൊന്നും മലപ്പുറത്തുണ്ടായിരുന്നു. ഈ സമയത്തൊന്നും കണ്ടില്ലേ ഭാര്യ കുരങ്ങച്ചിയാണെന്നുള്ളത്? ഇത് പറഞ്ഞ ഏത് കുരങ്ങനാണോ എന്നാണ് നമുക്കിവിടെ ചോദിക്കാനുള്ളത്. ഈ പറഞ്ഞവരെല്ലാരും നല്ല സൗന്ദര്യം വടിഞ്ഞൊഴുകുന്ന ആൾക്കാരാണ്. ഒരു കാര്യം, ഒരു നമ്മൾ തന്നെ പറയാൻ മറ്റൊരു കാര്യം, ഒരു വിരൽ നമ്മൾ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ ബാക്കി 3 വിരൽ നമ്മളെ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. സ്ത്രീധനം വാങ്ങിച്ച് ജീവിക്കാൻ നാണമില്ലേ നിനക്കൊക്കെ നാണമില്ലേ സ്ത്രീധനം വാങ്ങി ജീവിക്കാനായിട്ട്? 4 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും സ്ത്രീധനത്തിന്റെ പേരിൽ അടിയുണ്ടാക്കാൻ നിനക്ക് നാണമില്ലേ എന്നാണ് നമുക്കിപ്പോ ചോദിക്കാൻ. അല്ല, ഞാൻ പറയട്ടെ, പുറത്ത് വന്നത് ഇപ്പോഴാണ്. ഈ 4 വർഷം ഇതിന്റെ പേരിൽ ആ കുട്ടി പീഡനം അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ലല്ലോ. ഈ എന്താ പറയാ, ഈ കുരങ്ങനെന്നേ പറയാൻ പറ്റുള്ളൂ. ഈ കുരങ്ങനെ കൊണ്ട് സഖികെട്ട് ആ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്ത് താമസമായി. എന്നാൽ ഇവൻ വിട്ടോ? ഇവൻ എന്തെന്നറിയോ? ഇവൻ ആ പെൺകുട്ടിയുടെ ബാക്കിലേ ചെന്ന് ആ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി. അത് പോരാത്തതിന് ആ കുട്ടി ജോലി ചെയ്യുന്ന സ്ഥലത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കി. ഇവനെ വേണ്ട എന്ന് വെച്ച് തന്നെയില്ല ആ പെൺകുട്ടി പോയത്. എന്നാ ഇവൻ വെറുതെ വിട്ടോ? അപ്പൊ നോക്കണം, ആ അഹങ്കാരം അല്ലെങ്കിൽ ആ വാശി പക തീർക്കാനായിട്ട്, അതായത് ആ പെൺകുട്ടിയുടെ ജീവിതം ദുരിതമാക്കാൻ തന്നെയല്ലേ ഇങ്ങനെയുള്ള കുരങ്ങന്മാര് നടന്നെന്ന് വേണം പറയാൻ. അതെ, ഈ ആളുകൾ എന്തിനാണ് ഇങ്ങനെ സ്വത്തും പണം വേണം നമുക്ക് ജീവിക്കാൻ? ഇന്നത്തെ കാലത്ത് കാശില്ലാതെ പറ്റത്തില്ല. കാശില്ലാതെ പറ്റില്ലെന്ന് ചേച്ചിക്ക് കാശില്ലാതെ ജീവിക്കാൻ പറ്റുമോ? സമാധാനം ഉണ്ടല്ലോ. സമാധാനം മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല ചേച്ചിയെ. അല്ല, കാശില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നാൽ അതല്ല, കാശില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതല്ല, അത് ഇന്നത്തെ കാലത്ത് ഉറപ്പാ. ചേച്ചിക്ക് എത്ര ദിവസം കയ്യിൽ ഒരു ജോലിയില്ല, കയ്യിൽ ഒരു വരുമാനം ഇല്ലാതെ എത്ര ദിവസം ചേച്ചിക്ക് നല്ല സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും? പറ്റില്ല. സമാധാനം മാത്രം ജീവിക്കാൻ ഉണ്ടായിട്ട് കാര്യമില്ല. ആവശ്യത്തിനുള്ള സമാധാനം, അതാണ് ഞാനും പറഞ്ഞോളൂ. പോയി കഴിഞ്ഞാൽ അതേ ഞാനും പറഞ്ഞോളൂ. ആവശ്യത്തിനുള്ള കാശ് വേണം, വാങ്ങാൻ കഴിഞ്ഞു പോണ്ടേ? വേണം, ആവശ്യത്തിനുള്ള കാശ് വേണം. ഞാൻ ഉദ്ദേശിച്ചത് ചോദിക്കുന്ന യുവാക്കൾ കൊടുക്കത്തില്ല. കെട്ടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവർ കെട്ടിയാൽ മതി. നമ്മളിപ്പോ കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റും, അങ്ങനെ ഇല്ലല്ലോ. ഇല്ല. അപ്പൊ കെട്ടാൻ താല്പര്യമില്ല എന്ന് യുവാക്കൾ, നമ്മള് അധ്വാനിക്കുന്നുണ്ട്, സ്വന്തമായിട്ട് പൈസ സമ്പാദിക്കുന്നുണ്ട്, നമുക്ക് ജീവിക്കാം. പിന്നെ കല്യാണം വേണമെന്ന് തോന്നുന്ന സമയത്ത് താല്പര്യം ഉണ്ടെങ്കിൽ പുറമെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കണം. ആർത്തിപ്പൊണ്ടാരങ്ങളായ പുരുഷന്മാർ, അവരെ വേണ്ടാന്നേ ഉള്ളൂ. പക്ഷെ അവരടുത്തൊരു കാര്യം, അങ്ങനെ ചൂഴ്ന്നു നോക്കാനൊന്നും പറ്റില്ലല്ലോ. അവരടുത്തൊരു കാര്യം പറയാനുള്ളത്, ആ പെൺകുട്ടിയുടെ അച്ഛൻ ആ പെൺകുട്ടിക്ക് സന്തോഷപൂർവ്വം നൽകുന്നത് അത് ആ പെൺകുട്ടിക്കുള്ളതാണ്. ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിലൂടെ നിങ്ങൾക്കും സന്തോഷത്തോടെ ജീവിക്കാനായി അവർ തരുന്ന ഒരു കാര്യമാണ്. അതിനെ നിർബന്ധിച്ചൊക്കെ നീയൊക്കെ വാങ്ങിക്കുമ്പോ ചോദിക്കാനുള്ള ഒരു കാര്യം, നാണമില്ലേ? അല്ലെങ്കിൽ സ്വന്തം കഴിവിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ? സ്വന്തം ജോലിയിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ? അത് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ ഉണ്ടാക്കുന്ന സ്വത്തും പണമൊക്കെ വാങ്ങിക്കാനായിട്ട് നീയൊക്കെ ജീവിക്കുന്നത്? അത് ഈ കൊടുക്കുന്ന അച്ഛനും അമ്മേനെയും പറഞ്ഞാൽ മതി. ആദ്യമേ ഈ വിവാഹം ഉറപ്പിക്കുമ്പം ഇത്രയും കാശ് വേണം, സ്ത്രീധനം വേണമെന്ന് ചോദിക്കുന്നവർക്ക് തരത്തില്ല. അങ്ങനെയുള്ളവർക്ക് പെണ്ണിന് ഞങ്ങൾ കൊടുക്കുന്നില്ലെന്ന് നോക്കി അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ധൈര്യം അച്ഛനും അമ്മയും കാണിക്കണം. പേരിൽ എത്രയോ പെൺകുട്ടികളുടെ വിവാഹം, ഇന്ന് എത്ര പെൺകുട്ടികൾ കല്യാണം വേണ്ടാന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മമാരെ നിർബന്ധിച്ച്. ഒരുപക്ഷെ അത് പറയാനുള്ളത്
ആ വിവാഹം വേണ്ട എന്ന് മുടങ്ങുമ്പോൾ നമുക്ക് ആ ഒരു വിഷമം അപ്പോഴത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ജീവിതകാലം മുഴുവൻ കണ്ണീര് കുടിക്കേണ്ട അവസ്ഥയിലേക്കൊന്നും പോവില്ല. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, ആ പെൺകുട്ടി അവനെ വേണ്ട എന്ന് വെച്ച് മാറിപ്പോയിട്ട് പോലും അവന് ആ കുട്ടിയെ പിറകെ നടന്ന് ശല്യം ചെയ്യുകയാണ് അവൻ ഭർത്താവ് ഭാര്യ എന്ന് പറയുന്നത് വിവാഹബന്ധം വേണ്ട എന്നുണ്ടെങ്കിൽ അവർക്ക് വേർപെടുത്താനുള്ള അവകാശം ഉണ്ടെന്നിരിക്കുകയാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തി വാശിയേറി അവരെ ജീവിതം തന്നെ നശിപ്പിക്കുക. ഇങ്ങനെ പുറത്ത് വരുന്ന വാർത്തകൾ ഈ ഒന്നോ രണ്ടെണ്ണോ നമ്മൾ അറിയുന്നതേ ഇതിൽ പറയാത്ത ഒരുപാട് വാർത്തകൾ ഓരോ വീട്ടിലും നടക്കുന്നുണ്ടാവാം, നമ്മൾ പുറം ലോകം അറിയുന്നില്ല. തീർച്ചയായിട്ടും ഉണ്ടാവാം. ഇപ്പൊ തന്നെ ഈ പെൺകുട്ടിയുടെ ശബ്ദരേഖ പുറത്ത് വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഇത്രയും വർഷക്കാലം സ്ത്രീധന പീഡനം അവിടെ നടന്നുകൊണ്ടിരുന്നു എന്ന് വ്യക്തമാക്കുന്നത്. ഓരോ പെൺകുട്ടികളും അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത് അവർ പുറത്തേക്ക് വന്ന് പറയുക. ഇപ്പോൾ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയെ തന്നെ ആ പെൺകുട്ടിക്ക് അവിടെ ജീവിതം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാതിരുന്നപ്പോൾ അവർ സ്വന്തം ജീവിതം അങ്ങനെ ഒന്നാമത് മാതാപിതാക്കളെ ആലോചിക്കുന്ന പെൺകുട്ടികള്, പിന്നെ അവരുടെ ഭാവി ലൈഫ് തിരിച്ചു എന്റെ വീട്ടിലേക്ക് ചെന്നാൽ ഇത്രയും സ്ത്രീധനം കൊടുത്തൊക്കെ ഈ മരിച്ചു കഴിഞ്ഞാൽ പറയുന്ന വീട്ടുകാർ അല്ലെങ്കിൽ നാട്ടുകാർ അവർക്ക് ഇങ്ങ് പോരായിരുന്നില്ല എന്ന് പറയുന്ന നാട്ടുകാര് ഈ വർത്താനം ആയിരിക്കില്ല ചിലപ്പോ അപ്പൊ പറയാം. പക്ഷെ എന്റെ അറിവിൽ എനിക്ക് ഇതിനു മുമ്പ് അല്ല എല്ലാരെയും ഞാൻ അച്ചടിച്ച് പറയല്ല, ഇതിനു മുമ്പ് ഒരു വാർത്ത ഞാൻ വായിച്ചത് തന്നെ, അതായത് സംഭവം ഉത്തരേന്ത്യയിലാണ്. തന്റെ മകൾ വിവാഹ ബന്ധം വേർപെടുത്തി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ അച്ഛൻ പാട്ടും കൂത്തുമായി സ്വീകരിച്ചത് കൊണ്ടുവന്നത്. കാരണം എന്തെന്നറിയാവോ, അച്ഛൻ പറഞ്ഞൊരു വാക്ക് എന്താന്ന് പറഞ്ഞാൽ, എന്റെ മകൾ ആ വിവാഹത്തെ വേർപെടുത്തി വേണ്ട എന്ന് പറഞ്ഞാൽ എന്റെ മകളെ എനിക്ക് കാണാം, എന്റെ വീട്ടിൽ അവൾ നല്ല രീതിയിൽ ഇരിക്കുന്ന കാണാം. പക്ഷേ അവൾ നാളെ ഞാൻ ആ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് അവൾ മരണപ്പെട്ടാണ് വന്നെങ്കിൽ എന്റെ മകളെ എനിക്ക് നഷ്ടമാകും. ഇങ്ങനെ ഓരോ അച്ഛനും അമ്മയും ചിന്തിക്കുകയാണെങ്കിൽ, പക്ഷെ അവരുദ്ദേശിക്കുന്നത് ഇനി നാട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും, അവരുടെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു പഠിപ്പിച്ച് അങ്ങനെ വലിയ സംഭവമാക്കി വെക്കണം എന്നൊന്നല്ല, അത്യാവശ്യം അവർക്ക് ഡെയിലി സാധനത്തിനുള്ള ഉപജീവന മാർഗം ഉണ്ടായിട്ട് തുറന്നു കൊടുക്കുന്നില്ല. ഉപജീവന മാർഗത്തിന്റെ വഴി നമ്മൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വിവാഹം നിങ്ങൾക്ക് അതിന് പെൺകുട്ടികളും ശ്രമിക്കണം കേട്ടോ. ഞാൻ അങ്ങനെ ആൺകുട്ടികളെ മാത്രം നമ്മൾ കുറ്റം പറയില്ല. ഇപ്പത്തെ പെൺകുട്ടികൾ 18 ആകുമ്പോഴേക്കും ഈ റീലും വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എനിക്കും കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് കുറെ പേര് തല വെച്ച് കൊടുക്കുന്നത്. അതിന് റീൽസ് അല്ല, റിയൽ ലൈഫ് എന്നുള്ളത് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കുക, അവർക്ക് ജീവിക്കാനായിട്ടുള്ള മാർഗം അവരുണ്ടാക്കുക. അല്ല അതുകൊണ്ടല്ലേ ഈ പെൺകുട്ടികൾ 18 ആകുമ്പോഴേക്കും അച്ഛനും അമ്മേനെ ഇട്ട് എത്ര പേര് ഓടിപ്പോകും. അത് കാലം നോക്കിയാൽ അപ്പൊ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ ആണുങ്ങളെ മാത്രം അല്ലെങ്കിൽ പെണ്ണുങ്ങളെ മാത്രം അങ്ങനെ സ്ത്രീധനത്തിൽ താല്പര്യമില്ല, അങ്ങനെ എത്രയോ പുരുഷന്മാർ വിവാഹം കഴിച്ച് ജീവിക്കുന്നുണ്ട്. അങ്ങനെ നല്ല മനസ്സുള്ളവരുണ്ട്. എല്ലാവരും അടച്ചാക്ഷേപിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഇതിൽ പറയേണ്ടിയിരിക്കുന്നത്, ഒന്ന്, യോജിച്ചു പോകാൻ പറ്റാത്ത തരത്തിലുള്ള വിവാഹം എന്തുമാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരിക, സ്വന്തം പ്രയത്നത്തിൽ സ്വന്തം കാലിൽ. ഇങ്ങനെ മക്കള് പറയുന്ന കേട്ട അച്ഛനും അമ്മയും നീ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ച് നിക്കെന്ന് പറയാതെ നീ ഇങ്ങ് പോരെന്ന് ധൈര്യത്തോടെ മക്കളോട് പറയാനുള്ള ഒരു സാധനം അച്ഛനും അമ്മയും ഇതാക്കി വെക്കുക. തീർച്ചയായും പെൺകുട്ടികളോടും അതന്നെ പറയാനുള്ളൂ. ഇന്ന് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നിരവധി മാർഗങ്ങളുണ്ട് അത് പുറം ലോകത്തേക്ക് അറിയിക്കാനായിട്ട്. നിരവധി സോഴ്സുകളുണ്ട്. നമ്മൾ മാനസികമായിട്ട് നമ്മൾ സ്ട്രോങ് ആവുക, ഇത്തരം പീഡനങ്ങൾക്ക് നിന്ന് കൊടുക്കാതെ പ്രതികരിക്കാൻ തയ്യാറാവുക. ഇത്തരം കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവരുടെ മുഖം മൂടി വലിച്ചുകീറി പുറത്തേക്ക് കൊണ്ടുവരിക. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇതിന് ഇരയായി കൊടുക്കാൻ നിൽക്കാതിരിക്കുക.